അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ വളർന്നുവരുന്ന സഹകരണം റഷ്യയുമായുള്ള ദീർഘകാല നയതന്ത്ര ബന്ധത്തെ ദുർബലപ്പെടുത്തുന്നില്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. മോദി പുടിൻ സൗഹൃദം ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്തതാണ്. അമേരിക്കയുടെ വെല്ലുവിളികളെ മറികടന്ന് അതിശയകരമായ ബന്ധങ്ങൾ നിലനിർത്താൻ ഇന്ത്യക്കും റഷ്യയ്ക്കും സാധിച്ചിട്ടുണ്ട്. അതേസമയം ന്യൂഡൽഹി മോസ്കോ ഉഭയകക്ഷി വ്യാപാരം വരും വർഷങ്ങളിൽ $100 ബില്യൺ ഡോളറിലെത്തുമെന്ന് ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചു. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച പുടിൻ മോസ്കോയുമായുള്ള ബന്ധത്തിൽ ന്യൂഡൽഹിയെ സമ്മർദ്ദത്തിലാക്കാനുള്ള വാഷിംഗ്ടണിന്റെ ശ്രമങ്ങൾ വിജയിക്കില്ലെന്ന് പറഞ്ഞു. എന്നാൽ ഈ നീക്കം അന്താരാഷ്ട്ര ബന്ധങ്ങൾക്ക് ഹാനികരമാണെന്ന് മുന്നറിയിപ്പ് നൽകി. ചില കാര്യങ്ങളിൽ ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ US ശ്രമിക്കുന്നു. ഉദാഹരണത്തിന് ചില കാര്യങ്ങളിൽ റഷ്യയുമായുള്ള സഹകരണത്തിന്റെ കാര്യത്തിൽ. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള നരേന്ദ്രമോദിയിൽ സമ്മർദ്ദം ചെലുത്തുന്നത് അന്താരാഷ്ട്ര ബന്ധങ്ങൾക്കും ഉഭയകക്ഷി ബന്ധങ്ങൾക്കും ഹാനികരമാണെന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. റോയിട്ടേഴ്സാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഈ സമ്മർദ്ദം എവിടെ നിന്ന് വരുന്നു എന്നത് പ്രശ്നമല്ല. ഞങ്ങൾക്ക് പ്രതികൂലമായ പ്രത്യാഘാതങ്ങളൊന്നും കാണുന്നില്ല. ഈ പ്രക്രിയയിൽ പങ്കെടുക്കുന്ന എല്ലാവരുമായും നമുക്കൊരു കരാറിലെത്താൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. ഇന്നത്തെ കണക്കനുസരിച്ച് സ്ഥിതിഗതികളിൽ നിന്നും ഗുരുതരമായ പ്രത്യാഘാതങ്ങളൊന്നുമില്ല എന്നും റഷ്യൻ നേതാവ് കൂട്ടിച്ചേർത്തു. റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഇന്ത്യക്ക് മേൽ ചെലുത്തുന്ന സമ്മർദ്ദത്തെ ലക്ഷ്യം വെച്ചാണ് പുടിന്റെ പരാമർശങ്ങളെന്ന് തോന്നുന്നു. ഫെബ്രുവരിയിൽ ന്യൂഡൽഹിയും വാഷിംഗ്ടണും തീരുവ 18% കുറയ്ക്കുന്നതിനുള്ള കരാറിലെത്തുന്നതിന് മുൻപ് ട്രംപ് ഭരണകൂടം റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% താരിഫ് ചുമത്തിയിരുന്നു. രാജ്യത്തിന്റെ ആഗോള ഇടപെടലുകളെ ചുറ്റിപ്പറ്റിയുള്ള ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നത് മോസ്കോ തുടരുമെന്നും റഷ്യൻ നേതാവ് പറഞ്ഞു. ഞങ്ങൾ ഇന്ത്യയുമായുള്ള ബന്ധം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തുടരും. ഇന്ത്യയെ വളരെ വിശ്വസനീയമായ ഒരു പങ്കാളിയെ ഞങ്ങൾ കരുതുന്നു. ഇന്ത്യയുമായുള്ള റഷ്യയുടെ സാമ്പത്തിക ബന്ധം വരും വർഷങ്ങളിൽ ഗണ്യമായി വികസിക്കുമെന്നും പുടിൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം നിലവിലെ നിലവാരത്തിൽ നിന്നും 30%-ലധികം വർധനവോടെ $100 ബില്യൺ ഡോളറിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2025 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര വിറ്റുവരവ് $68.7 ബില്യൺ ഡോളറിലെത്തി. ഇന്ത്യ ഇതിനകം തന്നെ റഷ്യയുടെ മുൻനിര വ്യാപാര പങ്കാളികളിൽ ഒന്നാണെന്നും അദ്ദേഹം പറഞ്ഞു. ദക്ഷിണേഷ്യൻ ഭൂരാഷ്ട്രീയത്തിന്റെ സങ്കീർണതകളെക്കുറിച്ച്, പ്രത്യേകിച്ചും ബീജിംഗും ഇസ്ലാമാബാദും തമ്മിലുള്ള വളർന്നുവരുന്ന ബന്ധത്തെക്കുറിച്ചും ന്യൂഡൽഹിയിൽ അവ ചെലുത്തുന്ന നേരിട്ടുള്ള സ്വാധീനത്തെക്കുറിച്ചും ചോദിച്ചപ്പോൾ പുടിൻ കണക്കുകൂട്ടിയ നയതന്ത്ര സന്തുലിതാവസ്ഥ നിലനിർത്തി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തിയിലെ പ്രശ്നങ്ങളുടെ സങ്കീർണതകൾ ഞങ്ങൾക്ക് നന്നായി അറിയാം. പാകിസ്ഥാൻ പൂർണ്ണമായും ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ഒരു രാജ്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. പാകിസ്ഥാൻ ഒരു വലിയ രാജ്യമാണ്. കൂടാതെ വ്യത്യസ്ത രാജ്യങ്ങളുമായി അതിന് ബഹുമുഖ ബന്ധങ്ങളുണ്ട്. ചൈനയുമായുള്ള സഹകരണം അവർ കണക്കിലെടുക്കേണ്ടതുണ്ട്. പക്ഷേ എല്ലാവരും ചൈനയുമായി ബന്ധം വികസിപ്പിക്കുകയാണ്. ന്യൂഡൽഹിയും ബീജിംഗും തമ്മിലുള്ള അതിർത്തി സംഘർഷത്തിൽ ഇടപെടാൻ റഷ്യയ്ക്ക് ഉദ്ദേശ്യമില്ലെന്നും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ലോലവും ബഹുമുഖവുമാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ദീർഘകാലമായി നിലനിൽക്കുന്ന അതിർത്തി തർക്കങ്ങൾ ബാഹ്യ മധ്യസ്ഥതയില്ലാതെ സൗഹാർദ്ദപരമായും സമാധാനപരമായും പരിഹരിക്കാൻ വ്യക്തിപരമായി ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ടെന്നും വ്യക്തമാക്കി. ഇവ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിലോലമായ ബഹുമുഖ ബന്ധങ്ങളാണ്. അവയിൽ ഇടപെടുന്നത് നല്ല ആശയമല്ല. ഇന്ത്യയിലെയും ചൈനയിലെയും ഞങ്ങളുടെ സുഹൃത്തുക്കളുമായി ഞങ്ങൾ ഇടപഴകുന്നു. അതിർത്തിയിലെ ബന്ധങ്ങൾ ഉൾപ്പെടെ പരസ്പര താൽപര്യമുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പ്രസിഡന്റ് ഷിയും പ്രധാനമന്ത്രി മോദിയും ശ്രമിക്കുന്നു. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ചൈനയുമായും ഇന്ത്യയുമായും സ്വന്തമായ ബന്ധമുണ്ട്. ആരും വിദ്വേഷം പുലർത്തുന്നില്ല. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ചൈനയെ അസ്വസ്ഥരാക്കുന്നുമില്ല. ചൈനയുമായുള്ള ഞങ്ങളുടെ ബന്ധം ഇന്ത്യയെ അസ്വസ്ഥമാക്കുന്നില്ല. ഉദാഹരണത്തിന് ബ്രിക്സ് എടുക്കുക. ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെയും ചൈനയുടെയും നേതാക്കൾ ഇവിടെ കണ്ടുമുട്ടണമെന്ന് ഞാൻ നിർദ്ദേശിച്ചു. അങ്ങനെയാണ് റഷ്യ, ഇന്ത്യ, ചൈന സ്ഥാപിതമായത്. സംസാരിക്കാനും യോജിക്കാനും ഞങ്ങൾക്ക് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ ചെയ്യാൻ തുടങ്ങി. തുടർന്ന് ബ്രസീൽ ഞങ്ങളോടൊപ്പം ചേർന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.